സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായി വെച്ചാൽ നമ്മളാദ്യം അത്യാവശ്യം ക്യാരറ്റ് എടുക്കുക. ക്യാരറ്റ് നല്ല ചെറിയ രീതിയിലേക്ക് ഈ രീതിയിൽ നല്ല ശരിക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കുക. ഇച്ചിരി സവോളയും വെളുത്തുള്ളിയെല്ലാം ഇട്ട് ക്ലിയറായിട്ടൊന്ന് പൊടി പോലെ നൈസായിട്ട് ഒരു വലിയ വലിപ്പമൊന്നും വെക്കരുത്, ചെറുതായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞ് ക്ലിയറാക്കുക. ഒരുപാട് വലിപ്പമൊന്നും ആകാൻ പാടില്ല. നല്ല രീതിയിലേക്ക് ചെറിയ രീതിയിൽ അരിഞ്ഞ് ക്ലിയറാക്കുക. അതിനുശേഷം നമ്മൾ റവപ്പൊടി എടുക്കുക. അത് നല്ലപോലെ വറുത്തെടുക്കുക. നമ്മൾ ഗ്യാസിൽ വെച്ച് നല്ലപോലെ വറുത്ത് റെഡിയാക്കി എടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം. എല്ലാ അടിയിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഇളക്കി എല്ലാ ഭാഗവും നല്ല ക്ലിയറാക്കുക. അതിനുശേഷം ഇച്ചിരി ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിക്കുക. അത് നല്ല രീതിയിൽ ഇച്ചിരി കടുകൂടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഏകദേശമൊക്കെ ഈ ഒരു പരുവത്തിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഈ ക്യാരറ്റും സവോളയെല്ലാം കൂടി ഇട്ട് മുളകും എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു നല്ല രീതിയിൽ തീയൊക്കെ കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ എന്തായിരിക്കും പറ്റും. അതായത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഏകദേശമൊക്കെ ഇപ്പം നല്ലപോലെ ഒന്ന് ആയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കരിയാപ്പില മസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിരിക്കണം. ചെറിയ രീതിയിൽ ഒരു ഉപ്പും ഉപ്പ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് മാത്രം. ഇനി നല്ലപോലെ ഒന്ന് ഒരു റൗണ്ടിൽ ഒന്ന് ഇളക്കി നല്ലപോലെ കൊടുക്കുക. അതിന് കൊടുത്തില്ലേ മുഴുവൻ എല്ലാ ഭാഗവും നല്ല ക്ലിയറായിട്ട് എല്ലാ ഭാഗവും കൂടെ നല്ലപോലെ ക്ലിയറായി വരുവാൻ വേണ്ടിയാണ് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നത്. ഏകദേശം റെഡിയാക്കണം. ഇനി ഏകദേശം ഒരു ഓയിൽ ചൂട് എടുക്കുക. പിന്നെ ഏകദേശം ഒരു വെള്ളവും കൂടെ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് റൗണ്ട് ചുറ്റിയെടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ റവപ്പൊടി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് റവപ്പൊടി മുഴുവൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് റൗണ്ടിലങ്ങ് ഇളക്കി നല്ലപോലെ സെറ്റാക്കുക. നമ്മുടെ ഈ തീരയെല്ലാം കൂടെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തങ്ങ് കൊടുക്കുക. പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൊടുക്കാനായിട്ട് പാടില്ല. ഇത് പിടിക്കാൻ നല്ല രീതിയിൽ ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പും അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഏകദേശമൊക്കെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ്. സൺഡേ കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉപ്പുമാവ് റെഡിയാക്കാമെന്ന് വെച്ചു. വീണ്ടും ഉപ്പുമാവ് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 10 മിനിറ്റ് പോലും വേണ്ട, ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കിട്ടും. ഇച്ചിരി ഓയിൽ കുറവുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ, പിന്നെ ഇച്ചിരി അത്യാവശ്യം വെള്ളവും മിക്സ് ചെയ്യുന്ന ഒരു പാകത്തിന് ഉപ്പുമാവ് ഏകദേശമൊക്കെ റെഡിയായി നമുക്ക് ഇനി പാത്രത്തിലേക്ക് വിളമ്പാം. ഇതാണ് നമ്മുടെ ഉപ്പുമാവ്. ഇപ്പോൾ നമ്മളിത് പാത്രത്തിലേക്ക് ഏകദേശമൊക്കെ വിളമ്പി. നല്ല ടേസ്റ്റാണ്. അടുത്തൊരു വിഭവമായിട്ട് നമ്മൾ വരുന്നവരെ സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൽ. ഓക്കെ, ബൈ.